ഞാനുമായി ബന്ധപ്പെട്ട് ഉയർന്ന 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം അനുവദിക്കണം. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ചർച്ചയുടെ ഭാഗമായി നിൽക്കുകയാണ്. ക്ഷമയോടെ കേൾക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പെൻഷന്റെ വിഷയമാണ്. 64 ലക്ഷം കുടുംബങ്ങൾക്കാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. 64 ലക്ഷം കുടുംബങ്ങൾക്ക്. മറുപടി പറയാൻ ക്ഷമ കാണിക്കൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി 64 ലക്ഷം കുടുംബങ്ങളിലേക്ക് 1600 രൂപ ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്ത ഗവൺമെന്റാണ്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന രൂപ ഓരോ വ്യക്തിയുടെയും കൈകളിലേക്ക് നേരിട്ടെത്തിച്ചു. കോവിഡ് കാലത്ത്, പ്രളയകാലത്ത്, പ്രതിസന്ധികളുടെ പോയ കാലത്ത്, പ്രയാസങ്ങളുടെ ദുരിതകാലത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിലേക്ക് പെൻഷൻ നേരിട്ടെത്തിച്ച ഗവൺമെന്റാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് ഞാനിവിടെ സൂചിപ്പിച്ചു, കേവലം 600 രൂപ 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി അത് 1000 രൂപയായി വർദ്ധിപ്പിച്ച് വീടുകളിൽ നേരിട്ടെത്തിച്ച ഗവൺമെന്റാണ്. അപ്പോ നിങ്ങൾ ആരും മുതലക്കണ്ണീർ ഒഴുക്കണ്ട. പെൻഷന് വേണ്ടി ഒരു കോൺഗ്രസുകാരനും മുതലക്കണ്ണീർ ഒഴുക്കണ്ട. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ മുഴുവൻ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അത് എത്തിക്കും, എത്തിച്ചിരിക്കും. ഒരു സംശയം, നിങ്ങൾ എവിടുന്ന് കൊടുക്കും? കടമെടുക്കും, കടമെടുത്തും പെൻഷൻ കൊടുക്കും. കടമെടുത്തും പെൻഷൻ കൊടുക്കും. കടമെടുത്തും പെൻഷൻ കൊടുക്കും. സുപ്രീം കോടതി പറഞ്ഞു. ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തി അല്ലെ? രാജ്യത്തെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്നതിനെതിരായി നടന്ന സമരത്തിൽ കർണാടകയിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഡൽഹിയിലെ ആപ്പിന്റെ ഗവൺമെന്റ് വന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി വന്നു. ഫറൂഖ് അബ്ദുള്ള വന്നു. ഈ രാജ്യത്തെ മതനിരപേക്ഷ ഗവൺമെന്റുകളെല്ലാം വന്നു. ഈ രാജ്യത്ത് കേരളത്തോട്, ഇതര സംസ്ഥാനങ്ങളോട്, BJP ഇതര സംസ്ഥാനങ്ങളോട് BJP ഗവൺമെന്റ് പുലർത്തുന്ന ചിറ്റമ്മ നയത്തോട് സാമ്പത്തികമായി അവരെ ഞെരുക്കുമ്പോൾ ഈ ഗവൺമെന്റിനോട് തുടരുന്ന നയങ്ങളോട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനൊരു നിലപാട്. കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ ഞാൻ പറയട്ടെ, ഈ ജില്ലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കർഷകരുടെ വിഷയം ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. 20 രൂപ കേന്ദ്ര ഗവൺമെന്റ് നെല്ലെടുത്ത് ഇവിടുന്ന് കൊയ്ത് കൊണ്ടായാൽ തരൂല. ഇപ്പൊ 4 വർഷത്തെ കാശാ തരാനുള്ളത്. 1200 കോടി രൂപ. 1200 കോടി രൂപ. ഞാൻ മറുപടി പറയട്ടെ. 1200 കോടി രൂപ ഈ രാജ്യത്ത് നെല്ലിന് കേന്ദ്രം പറയുന്നത് കൊടുത്തു എന്നാണ്. അതെല്ലാം കൊടുക്കുകയാണല്ലോ, ഇവിടെ കിട്ടുന്നില്ലല്ലോ. അല്ല, അത് 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? 15 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് 15 ലക്ഷം പറഞ്ഞ പോലെ. അത് 15 ലക്ഷം പറഞ്ഞ ഈ 4 വർഷത്തെ കുടിശ്ശിക അവിടെ നിൽക്കുമ്പോഴും 20 രൂപയിൽ 8 രൂപ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് നൽകി നെല്ലിന് ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന വില നൽകുന്ന 28 രൂപ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് എത്ര അറിയോ? നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഇപ്പൊ 2 3 ഉണ്ടല്ലോ, 1 2 ഉണ്ട്. അവിടെ 20 രൂപയിൽ താഴെയാണ് നെല്ലിന്റെ വില. കൊടുക്കുന്നില്ല. കേരളത്തെ സാമ്പത്തികമായി വലയ്ക്കുന്ന കേന്ദ്രത്തിനെതിരെ കർണാടകയിലെ കോൺഗ്രസിന് സമരം ചെയ്യാം. നിങ്ങൾക്ക് സമരം ചെയ്യാൻ വയ്യ. എന്തുകൊണ്ട്? ഒരു കാര്യം, ഇവിടെ പെൻഷൻ കൊടുക്കാത്തത് ആരാണ്? 1. 2, 57,400 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ ഇവർ കൊടുത്തത് എന്താ? 15,000 കോടി കിട്ടാൻ. അതെന്താണ്? കടമാണ്. ആ കടം കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്. കടം വായ്പ വാങ്ങുക എന്നുള്ളത് മാത്രം. ഹർജി അംഗീകരിച്ചു. അപ്പോഴും എന്താണ്? കടമെടുക്കുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ എത്രയാണ് പൊതുകടം എന്നറിയോ? 4 ലക്ഷം കോടി. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ 1,40,000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് 4 ലക്ഷം കോടിയിലേക്ക് അല്പം വികസനം ചർച്ച ചെയ്യൂ. സാമ്പത്തികം സർക്കാർ ഒരാൾ
വിലക്കയറ്റം കേരളത്തിലെ വിലക്കയറ്റം, മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞുകൊടുക്കുന്ന റാക്കുകൾ, അതുപോലെ തന്നെ കറണ്ട് ബില്ലിൻ ചാർജ് വർധനവ്, വെള്ളക്കരം വർധനവ്, ബസ് ചാർജ് വർധനവ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ നമ്മുടെ മനുഷ്യരുടെ, നമ്മുടെ ജീവികളുടെ, നമ്മുടെ കേരളത്തിന്റെ എല്ലാവരുടെയും ബഡ്ജറ്റ് താളം തെറ്റിച്ചവരാണ് ഈ ഇടതുപക്ഷവും ഈ പിണറായും. ഇങ്ങനെ നമ്മളോട് മുണ്ടുമുറുക്കിയെടുക്കാൻ പറഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ഒരു തൊഴുത്തുണ്ടാക്കാൻ 46 ലക്ഷം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലെ ലിഫ്റ്റ് ഉണ്ടാക്കാൻ 25 ലക്ഷം, പിണറായി വിജയന്റെ വീട്ടില് നിങ്ങൾ കേൾക്കണം സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ 36 ലക്ഷം രൂപ, 36 ലക്ഷം രൂപ. കാര്യം പറഞ്ഞ സമയം കളയാനില്ല. 2014 മുതൽ 2024 വരെ ഒരു 5-6 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. മെഡിക്കൽ കോളേജ് 387 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നത് 706 മെഡിക്കൽ കോളേജായി. ജനത്തെ ബാധിക്കുന്ന കാര്യമാണ്, ജനത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഓക്സിജൻ കിട്ടാതെ കോവിഡ് കാലത്ത് നൂറുകണക്കിന് കുട്ടികൾ മരിച്ച ഗോരഖ്പൂരിലെ മെഡിക്കൽ മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ മോദി സർക്കാരിന് ശേഷം വർധനമുണ്ടായി അല്ലേ? അത് മാത്രമല്ല ഓക്സിജൻ കിട്ടാതെ കോവിഡ് കാലത്തിലെ ഈ ഗൗതം അദാനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? പ്രൊപ്പഗണ്ട ന്യൂസുകൾ കേരളത്തിൽ അടിച്ചിറക്കിയിട്ട് കാര്യമില്ല. നടന്ന കാര്യങ്ങൾ പറയാം. നടന്ന കാര്യം, മെഡിക്കൽ സീറ്റുകൾ 51,000 മെഡിക്കൽ സീറ്റുകൾ 1,89,000 മെഡിക്കൽ സീറ്റുകളായി. 676 യൂണിവേഴ്സിറ്റികൾ 1768 ഇവിടെ ഞാനും നിങ്ങൾ പോകുന്ന ടോൾ ബൂത്ത്, നിങ്ങൾ പോകുന്ന ടോൾ ബൂത്ത് 12 മിനിറ്റ് ടോൾ ബൂത്ത് 40 സെക്കൻഡ് പോലും വേണ്ട. എനിക്ക് സമയം തന്നില്ല. ഇവിടെ മെഡിക്കൽ കോളേജിന്റെ കാര്യം ഞാൻ നേരത്തെയും കേട്ടു. എന്തൊക്കെ വികസനം പറഞ്ഞു. നിങ്ങൾ അതൊരു തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുക. മൻമോഹൻ സിംഗ് കോൺഗ്രസ് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 72,000 കോടിയുടെ കാർഷിക കടങ്ങൾ മൻമോഹൻ സിംഗ് നിങ്ങൾ കടങ്ങൾ എഴുതി തള്ളി. ആരുടെ എന്നറിയോ? വിജയ് മല്യ, നീരവ് മോദി, ലളിത് മോദി. അവിടെ ലക്ഷക്കണക്കിന് കോടി എഴുതി തള്ളിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എങ്കിൽ പറഞ്ഞതിന് നിങ്ങളുടെ നേതാവ് അകത്ത് കിടന്നതാ. ലളിത് മോദി മെട്രോയാണ്, 74 എയർപോർട്ടാണ്, 25,000 കിലോമീറ്റർ മാത്രമുണ്ടായിരുന്ന നാഷണൽ ഹൈവേ ഇന്ന് 84,000 കിലോമീറ്റർ ആണ്. വികസനം ചർച്ച ചെയ്യ്. ആ എയർപോർട്ട് മുഴുവൻ അദാനിക്ക് വിറ്റു. ഒരു നിമിഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇന്ന് ഇന്ത്യ നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് ഈ കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. അതിനെതിരെ ഓരോരുത്തരും പണിയെടുക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയും രാഹുൽ ഗാന്ധി നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലാതെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? രണ്ടാമത് ചോദ്യം 7 മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത സർക്കാർ എന്തിനു വോട്ട് കൊടുക്കണം? ഈ ഇടതുപക്ഷ സർക്കാരിന് വോട്ട് കൊടുക്കാൻ പൊട്ടന്മാരാണോ? രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇവിടെ ചോദിക്കട്ടെ, അദ്ദേഹം അല്ല, അദ്ദേഹം ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിയോട് തന്നെയാണ്. ഒരു കാര്യം പറയാ, കേരളത്തില് ഈ പറയുന്ന മഹാനായ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്താണ് നിങ്ങളുടെ അവസ്ഥ? ഇവിടെ തമിഴ്നാട് ചോദ്യത്തിന് മറുപടി. തമിഴ്നാട്ടില് കോൺഗ്രസ് ഉണ്ടോ?
പറയൂ. കോൺഗ്രസ് എവിടെയാണ് രാജ്യത്തുള്ളത്? 19 MP ഞങ്ങളാണ്. കോൺഗ്രസ് എവിടെയാണ് രാജ്യത്തുള്ളത്? 19 MP അപ്പോൾ ഞങ്ങളാണ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന മുന്നണിയിലല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം രൂപം കൊള്ളുന്ന വിശാലമായ മതനിരപേക്ഷ അതേതാണ്? മുന്നണിയിൽ അതേതാണ്? കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിന് അയ്യോ. മാറാം.